എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിന് എൻ്റെ നമസ്കാരം. ഇന്നിവിടെ പരാതിക്കാരിയായിട്ട് എത്തിയിരിക്കുന്നത് ഹരിപ്പാട്ട് നിന്നും സുജമോളാണ്. സുജമോൾ വരൂ. സുജമോളുടെ വീടും പശ്ചാത്തലവും ഒക്കെ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്, ഒന്ന് കാണാം. ഒരു ജീവപര്യന്തം തടവ് ശിക്ഷ പോലെയായിരുന്നു സുജമോൾക്ക് സ്വന്തം ദാമ്പത്യ ജീവിതം. സന്തോഷമോ സമാധാനമോ ലഭിക്കാത്ത നീണ്ട 14 വർഷങ്ങൾ. ഒറ്റപ്പെട്ടും കണ്ണീർ വാർത്തും കഴിഞ്ഞ ആ കാലം സുജമോൾക്ക് ഒരു പേടി സ്വപ്നമാണിന്ന്. 12 വയസ്സുള്ള മകനെ ഇന്നോളം നേരിൽ കാണാത്ത ഒരച്ഛൻ. ഭാര്യയ്ക്കും മകനും ചെലവിന് തരാൻ തയ്യാറല്ല, അതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കാനും മടിയില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭർത്താവ്. ജീവിതത്തിന് മുന്നിൽ നിഷേധാത്മക നിലപാടുമായി നിൽക്കുന്ന ശ്യാംകുമാറിനൊപ്പം ജീവിച്ച കാലത്തെക്കുറിച്ച് സുജമോൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. എത്ര വർഷമായി സുജമോളെ കല്യാണം കഴിച്ചിട്ട്? 2001 മെയ് 25 മോന് 12 വയസ്സുണ്ട്. മോൻ 3 വർഷം അതിന് ശേഷമാണ് ജനിച്ചത്. അതിനു മുൻപ് സുജമോളുടെ കുടുംബമൊക്കെ എല്ലാം ഹരിപ്പാട്ട് തന്നെയാണ്. എല്ലാവരും ഹരിപ്പാട് തന്നെ. എല്ലാവരും അടുത്ത് തന്നെയാണ്. അച്ഛനും അമ്മയും ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരന്റെ ഭാര്യ, കുട്ടികള്, എന്റെ മകന്. അത്രേ ഉണ്ട്. ഞാൻ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ വീട്ടിൽ താമസിക്കും? ഞങ്ങൾ ചെറിയൊരു വീട് വെച്ചിട്ട്, വലിയ വീടൊന്നുമല്ല, കൊച്ചൊരു ചെറിയ ഷെഡ് പോലെ ഒരു വീട് വെച്ചിട്ട് വീടിന്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നു. ഔട്ട് സൈഡിൽ പോകാത്തത് മറ്റുള്ള പേരുദോഷങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഈ ഷെഡ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വസ്തുവിൽ തന്നെയാണോ? അല്ല, അച്ഛന്റെ വസ്തുവിലാണ്. അച്ഛന്റെ അമ്മയുടെ, എന്റെ അച്ഛന്റെയും അമ്മയുടെ വസ്തുവിൽ. കല്യാണം കഴിഞ്ഞ് എത്ര നാള് നല്ല രീതിയിൽ താമസിച്ചു? അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടൊന്നും കൂടുതൽ ജീവിച്ചിട്ടില്ല മാഡം. അവിടെ പോയി ഒരാഴ്ചയോളം ഇങ്ങനെ ഹസ്ബൻഡിന്റെ വീട്ടില്, അവിടെ അടുത്ത് തന്നെയാണ്. അവിടെ കുറച്ചു ദിവസം നിന്നതിന് ശേഷം നിന്നെങ്കിലും അന്ന് തൊട്ടേ എന്നോട് വലിയ അടുപ്പമൊന്നും കാണിക്കാറില്ല. എന്ത് പറ്റിയത്? നിങ്ങളെ കുടുംബക്കാരൊക്കെ ആലോചിച്ചാണ് എന്താന്നറിയില്ല. ഫസ്റ്റ് ഒക്കെ നല്ല ഇച്ചിരി ഇതായിട്ട് കാണിച്ചിട്ടും ഈ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടുകാർ എല്ലാം ചെയ്തിട്ടുണ്ടോ? 40 പവന്റെ സ്വർണം പറഞ്ഞു. അതിൽ 30 പവൻ സ്വർണമായിട്ടും കൊടുത്തു. 10 സെന്റ് വസ്തു 10 പവന് വേണ്ടിട്ട് എഴുതി വെച്ച് കല്യാണത്തിന് മുമ്പ്. അപ്പൊ അതിന്റെ പേരിലൊന്നും അല്ല, അങ്ങനെയൊന്നും ഇല്ല. എന്തോ അറിയില്ല, എന്തൊക്കെയോ സ്നേഹമുണ്ട്, എങ്കിലും ആരോ അതിൽ നിന്ന് അകറ്റുന്ന പോലുള്ളൊരു ഇത്. അദ്ദേഹത്തിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനും അമ്മയില്ല, സഹോദരങ്ങളാണ്. അവരെല്ലാം നേരത്തെ കല്യാണം കഴിച്ചാണ്. കുട്ടികളും എല്ലാം വലിയ കുട്ടികളാണ്. ഈ വീട്ടിൽ ആരും ഇല്ല നിങ്ങളുമായിട്ട്? അല്ല, ആ വീട്ടിലുണ്ട്. ഏറ്റവും ഇളയ അനിയൻ താമസിക്കുന്നുണ്ട്. ആ സഹോദരനോടൊപ്പമാണ് താമസം. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ആ വീട്ടിലേക്കാണ് ചെന്നത്. അവരുടെ അച്ഛനും അമ്മയൊക്കെ അവരുടെ ചെറുപ്പത്തിലെ മരിച്ചതാണ്. അപ്പം ഇദ്ദേഹം ലാസ്റ്റാണ് കല്യാണം കഴിച്ചത്. ഏറ്റവും മൂത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരിയാണ് മൂത്തത്. സഹോദരിക്ക് ശേഷമുള്ളതാണ് ഇദ്ദേഹം. അനിയന്മാരൊക്കെ നേരത്തെ കല്യാണം കഴിച്ച് അവരുടെ കുട്ടികളൊക്കെ വലിയ കുട്ടികളാണ്. അല്ല, അദ്ദേഹം കല്യാണം കഴിക്കാത്ത അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അങ്ങനെ അറിയില്ല, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല മാഡം കൂടുതലായിട്ടൊന്നും. നിങ്ങളെ നല്ല പ്രായ വ്യത്യാസം ഉണ്ടോ? ഏജിനും ഉണ്ട്. അപ്പൊ ഈ സഹോദരനും അദ്ദേഹത്തിന്റെ സഹോദരനും കുടുംബമായിട്ടും നിങ്ങളോട് നല്ല സ്നേഹത്തില? അവരുമായിട്ടൊന്നും ഞാനൊരു പ്രശ്നമില്ല. ഞങ്ങൾ തമ്മിലും പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളെ അന്വേഷിക്കില്ല, വരില്ല എന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. വഴക്കും പണക്കും അങ്ങനെയൊന്നും ഇല്ല. ഒന്നുമില്ല അല്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഈ കല്യാണം താമസിക്കാനുള്ള കാരണം ആ സഹോദരനോ അടുത്ത ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ അറിയുമല്ലോ. ഞങ്ങൾക്ക് ഇവരെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല മാഡം. ഞങ്ങളെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, ആലപ്പുഴയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെയാണ് താമസിച്ചത്. ഇവിടെ ഇട്ട് താമസിച്ചാണ് വന്നത്. അപ്പം ഞങ്ങൾക്ക് വലിയ ആളുകളെ ഒന്നും വലുതായിട്ട് അറിയില്ല. പിന്നെ ഈ കല്യാണം വന്നപ്പം അവിടെയൊക്കെയുള്ള ബന്ധുക്കളും എല്ലാവരും പറഞ്ഞിട്ട് കുഴപ്പമില്ല, ഇച്ചിരി ഏജ് ഉണ്ടെങ്കിലും നിനക്ക് കുഴപ്പമൊന്നും വരില്ല, നല്ല സ്വഭാവമാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും താല്പര്യക്കുറവൊന്നുമില്ലായിരുന്നു, സന്തോഷത്തോടു കൂടെ. പക്ഷെ പിന്നീട് നമ്മളെ സ്നേഹിക്കാറില്ല, ഒരു സംരക്ഷണം തരാറില്ല എന്നുള്ള ഒരു പരാതി മാത്രമേ ഉള്ളൂ. ചെലവിനായിരുന്നതൊക്കെ ഒന്നും തരുന്നില്ല മാഡം. 12 വർഷം മോന് 12 വയസ്സുണ്ട്. അതിന്റെ അച്ഛൻ ഇന്ന് ഇവിടെ വെച്ചാണ് എന്റെ മകനെ കാണുന്നത്. പ്രസവിച്ചതിന് ശേഷം കണ്ടിട്ടേ ഇല്ലേ? വന്നിട്ടില്ല. ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം പോയതാണ്. ആ 10 മാസമായിട്ടും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞു, ടെലിഗ്രാം ചെയ്തു,
എന്നിട്ടൊന്നും വന്നില്ല. ഹസ്ബൻഡ് എവിടെയായിരുന്നു ജോലി? കണ്ണൂര് കൂത്തുപറമ്പെന്ന്. എന്താ അവിടെ മണലിന്റെ ഈ കടവിൽ എല്ലാം പിടിച്ചിട്ടുള്ള ബിസിനസ്സാ, അവിടെയാണ്. അപ്പൊ ഈ ഇടയ്ക്ക് ഫോൺ ചെയ്യോ? ഒന്നുമില്ല മാഡം. ആ സമയത്ത് ഭർത്താവിന്റെ സ്നേഹം കിട്ടുന്ന ടൈമിൽ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അവരുടെ വീട്ടുകാരും ഇദ്ദേഹം എവിടെയാണെന്നോ ഒന്നും അറിയത്തില്ല? ആരിൽ നിന്നും ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വീട്ടിലാണോ അപ്പോഴും താമസിക്കുന്നത്? അല്ല, എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പ്രസവത്തിന്റെ സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. പ്രഗ്നന്റ് ആയപ്പോഴത്തെ വീട്ടില് നിർത്തിയിട്ടാണ് പോയത്. പിന്നെ ഇങ്ങോട്ട് ആ വീട്ടിലോട്ട് പോയിട്ടില്ല. പിന്നെ എന്റെ വീട്ടുകാർ തന്നെയാണ് എല്ലാം ചെയ്തതും ഒക്കെ. അവരെ വിളിച്ചിട്ടൊന്നും വന്നതൊന്നുമില്ല. ഹസ്ബൻഡിനെ അറിയിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടൊന്നും വന്നതൊന്നുമില്ല. സുജമോളുടെ വീട്ടുകാരും ഇദ്ദേഹം എവിടെയാണെന്നോ എന്തുകൊണ്ട് വന്നില്ല എന്നൊന്നും അന്വേഷിച്ചില്ല. തിരക്ക് മേഡം, നമ്മളാ കൂടുതലൊരു ഇതിന് ഇതായില്ല. ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് വരാമെന്നൊക്കെ പറയുന്നല്ലാതെ ആള് സ്ഥലത്തെത്തുന്നില്ല. ഇന്നലെ സുജമോളെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഭാര്യ ഗർഭിണിയായി പോയ ആള്, അപ്പൊ അതിനകം 3 വർഷമായി കല്യാണം കഴിഞ്ഞ് അല്ലേ? 3 വർഷം ഒരുമിച്ച് താമസിച്ച് പിന്നെ പ്രസവത്തിന് കൊണ്ടുവന്ന് വിട്ട ഒരു മനുഷ്യൻ തിരിച്ചു വന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള അങ്ങോട്ട് അയാളെ അന്വേഷിച്ച് പോവുമോ, എവിടെയാണ് എന്താണെന്നുള്ളത് ഒന്നും അറിയാതെ എങ്ങനെ 12 വർഷം? കൂടുതൽ പുള്ളിക്കാരനെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല മേഡം. ഒരു ജീവിതമല്ലേ. കുറ്റപ്പെടുത്തല്ലോ, ഇതൊരു മകളെ വീട്ടിൽ നിർത്തി നിൽക്കുകയാണ്. ഇയാള് വരുവോ വരത്തില്ലയോ, ഇയാൾ എവിടാണ് എന്താണ്, ഈ ചിലപ്പോ മരിച്ചു പോയോ, ജീവനോടെ ഉണ്ടോ ഇല്ലയോ അറിയണ്ടേ? അവരുടെ വീടുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാര്? ഞങ്ങളുമായിട്ട് യാതൊരു ഇതുമില്ല, ഞങ്ങൾ വിളിക്കാറില്ല. അപ്പൊ ഇയാൾ ജീവിച്ചിരിപ്പുണ്ട്, ഇന്ന സ്ഥലത്താണെന്ന് എങ്ങനെ അറിഞ്ഞു? അങ്ങനെ ഉണ്ടെന്ന് അറിയുന്നുണ്ട്. അത് അവരുടെ എവിടെ അറിയുന്നുണ്ട്? അവരുടെ ബന്ധുക്കളിൽ നിന്നും ആളുകളിൽ നിന്നും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. നിങ്ങൾ ആ വീട്ടുകാരെയും അവിടെ ഉള്ളവരെ നിങ്ങളുടെ വീട്ടിലുള്ളവർ പോയി അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താ ഇയാൾ വരാത്ത, എന്താ കാര്യം? അവിടെ ചെന്നിട്ട് ഇവന് വരും, പ്രസവ സമയത്ത് വരുമെന്നൊക്കെയാണ് പറയുന്നത്. അവിടെ സമയത്ത് വന്നില്ല. പിന്നെ അവിടെ ജോലിയല്ലേ, ജോലി ചെയ്തിട്ട് ആരും ബുദ്ധിമുട്ടിച്ചില്ല. ജോലി ചെയ്തിട്ട് കാശുണ്ടാക്കിയിട്ട് വരാനാണെന്ന് വെച്ച് ആരും കൂടുതൽ ശല്യം ചെയ്യാൻ പോയില്ല. പ്രസവ സമയത്തെങ്കിലും വരും എന്ന് വിചാരിച്ചു. അല്ല സുജമോളെ, പ്രസവ സമയത്ത് വന്നില്ല എന്നുള്ളത് നമുക്കിപ്പോ മനസ്സിലായില്ലേ? 12 വർഷമായി. നിങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ചൊരു കല്യാണം നടത്തുമ്പോ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട കരയോഗോ അല്ലെങ്കിൽ ഇതൊക്കെ സംഗതികളൊക്കെ കാണുമല്ലോ. അപ്പൊ അവിടെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കല്യാണം നടന്നു. 12 വർഷമായി. അപ്പൊ ഇയാൾ അവിടെ ഉണ്ടോ ശരിക്കും? എന്തുകൊണ്ട് ഇയാൾ വന്നില്ല? എന്ത് കാരണം കൊണ്ട് ഇയാൾ വരുന്നില്ല എന്നുള്ളത് ഈ 12 വർഷമായിട്ട് ആരും അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു മേഡം. SNDP എന്നൊക്കെ ഞങ്ങൾ ഈ ബന്ധുക്കളും എല്ലാവരും കൂടെ നിർബന്ധിച്ചാണ് വന്ന്. സഹോദരിയുടെ അടുക്ക വരുന്നുണ്ട് പുന്നമടയില്, പക്ഷെ എന്നാലും ഞങ്ങളുടെ അടുക്ക വരൂല. എന്ത് കാരണം അയാൾ പറയുന്നേ? അതറിയില്ല. എന്തോ എന്നോടൊരു ശത്രുത പോലെ കാണിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഈ കുഞ്ഞിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല മേഡം. പ്രസവിച്ചു കിടന്ന അന്ന് ബന്ധുക്കളുടെ എല്ലാം പ്രേരണ മൂലം 28 കെട്ടി വന്നു. പിന്നെ അന്ന് പോയ വ്യക്തി പിന്നെ തിരിച്ചു കണ്ടിട്ടില്ല. വന്ന് 28 കെട്ടി വന്ന് ബന്ധുക്കളുടെ ഇതിൽ പ്രേരണയാൽ വന്ന് 28 കെട്ടി അവരുടെ ആളുകളൊക്കെ ആയിട്ട് വന്നിട്ട്. പിന്നെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ഞങ്ങളോടൊരു താല്പര്യമില്ല മേഡം. ഞങ്ങളുടെ കൂടെ ജീവിക്കണമെന്നോ ഞങ്ങളെ സംരക്ഷിക്കണമെന്നുള്ളൊരു മനസ്സ് വരുന്നില്ല. അതെന്താണെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തിനോട് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനെല്ലാം സഹിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ എന്നോടൊരു സ്നേഹം കാണിച്ചിട്ടില്ല. ഉപദ്രവിക്കുമായിരുന്നോ? ഉപദ്രവമൊന്നുമില്ല, ഒന്നും ചെയ്യത്തില്ല. പിന്നെ സ്നേഹം കാണിക്കുന്നില്ല എന്ന് തോന്നാനുള്ള കാരണം എന്താ? സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സംരക്ഷണവും സ്നേഹവും ഉണ്ടല്ലോ മേഡം. അത് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ആര് മാത്രം വന്ന കല്യാണമാണിത്? അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഞങ്ങളുടെ സ്ഥലം. അവിടുത്തെ 2 കടക്കാർ അവര് കൊണ്ടുവന്നാണ്. കൂടുതലായിട്ടൊന്നും അന്വേഷിച്ചില്ല. അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല, പക്ഷെ ഇവര് അന്വേഷിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ മേഡം, വളരെ അടുത്ത പ്രദേശക്കാരാണ് അല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കുടുംബക്കാർക്കും അവരുടെ കുടുംബക്കാർക്കും, ഇപ്പൊ നിങ്ങൾ ആലപ്പുഴ താമസിക്കുന്നവരാണ്, ഓക്കെ. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം അവർക്ക് അവിടെ ഒരു വലിയ ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? അവിടെ അന്വേഷിക്കുമ്പോൾ അയാളുടെ പെങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ആ പെങ്ങളോട് അന്വേഷിച്ചാലും ഒക്കെ എന്തെങ്കിലും അടിസ്ഥാനപരമായ ഒരു കാരണം ഉണ്ടെന്നുള്ളത് അറിയത്തില്ലേ? ഇദ്ദേഹത്തിന്റെ സഹോദരന്മാരൊക്കെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും അന്തസ്സായിട്ട് കുടുംബം പോറ്റുന്നവരാ. പിന്നെ എനിക്ക് അവരിൽ ഒരു കുറ്റം കണ്ടെത്താൻ കഴിയുന്നില്ല. അദ്ദേഹത്തെ പോലുള്ളവർ, അവരുടെ അനിയന്മാരെ പോലുള്ളവരായിരിക്കും ഇദ്ദേഹം എന്നാണ് നമ്മൾ കരുതിയത്. അങ്ങനെയാണ് നമ്മളും കരുതിയത്. അത് അല്ല, നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല, അങ്ങനെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹവും കരുതലും ഒന്നുമില്ല, അതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും നമ്മൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ വെറുതെ സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തി, ഭർത്താവ് അല്ലെങ്കിൽ പോലും പറയാം നമ്മളൊരു അകന്ന ബന്ധു ആയിക്കോട്ടെ, നമ്മുടെ കൂട്ടത്തിലൊക്കെ ജീവിച്ചിട്ട് കുറച്ച് വർഷം കാണാതെ അങ്ങ് പോകുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കണ്ടുപിടിക്കണമെന്നോ അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇങ്ങനെ ഭാര്യയെ വിട്ടിട്ട് പോയി എന്താന്നുള്ളത് അന്വേഷിക്കാൻ നിങ്ങളുടെ വീട്ടുകാരും ആരും ശ്രമിച്ചില്ല? കുഞ്ഞായി കഴിയുമ്പോഴെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു എൻ്റെത്. വന്നില്ല. 1 വർഷം വന്നില്ല, 2 വർഷം വന്നില്ല, 3 വർഷം വന്നില്ല, അപ്പോഴും നോക്കിയില്ല. 3ാമത്തെ വർഷമാണ് കുഞ്ഞ് ജനിക്കുന്നത്.
അതെ, അല്ല ഞാൻ പറയാ, കുഞ്ഞ് ജനിച്ചതിന് ശേഷം 12 വർഷമായി നിങ്ങൾ പറയുന്നു. ഒരു കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കണം, ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളില്ലേ? അങ്ങനെ വരുമ്പോഴെങ്കിലും ഒരു നിയമസഹായം നിങ്ങൾ അതിനുവേണ്ടി തേടി എന്താ എങ്ങനെയെന്ന് അറിയണം, എവിടാണെന്ന് അറിയണം, ഈ മനുഷ്യൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇനി വരാൻ സാധ്യതയുണ്ടോ, ഇയാൾക്ക് വേറെ വല്ല ഭാര്യയോ കുടുംബമോ അവിടെ ഉണ്ടോ, ഇനി വരത്തില്ലേ, എന്താന്നെല്ലാം അറിയണ്ടേ? അങ്ങനെ ഈ 28 കെട്ടിന് ശേഷവും പിന്നെ 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വരാറൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനും SNDP-യിലേക്ക് സഹോദരനുമായിട്ടൊരു പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവര് വിളിക്കാൻ വന്നിട്ട് എന്നെ വിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ ആരൊക്കെ വിളിക്കാൻ വന്നു? ഇവരുടെ സഹോദരന്മാർ, വേറെ ആരുമില്ല, സഹോദരന്മാർ 2 പേരും സഹോദരിയും മാത്രം. ഞങ്ങളെ അറിയിക്കാതെ വിളിക്കാൻ വന്ന്. ഞങ്ങൾ അറിയുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും ആ സമയത്ത് അവിടെ ഇല്ല, സഹോദരനും ഇല്ല. ഞാനും കുഞ്ഞും മാത്രം അവിടെ കിടക്കുമ്പോഴത്തേക്കാണ് വന്നേച്ച് വേഗം ഒരുങ്ങ് കൊണ്ടുപോകാൻ വന്നാണെന്നും പറഞ്ഞിട്ട്. അത് ശരിയായ നടപടിയല്ലല്ലോ. ഒരു പ്രസവം കഴിഞ്ഞൊരു ഭാര്യയെ വിളിച്ചോണ്ട് പോകുമ്പോൾ അതിനൊരു ചടങ്ങൊക്കെ ഇല്ലേ, വീട്ടുകാരും എല്ലാവരും അറിഞ്ഞിട്ടില്ലേ? അങ്ങനെയൊന്നും അല്ല വന്നത്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ വിടാൻ തയ്യാറായില്ല, സഹോദരനും വിട്ടില്ല. അത് തന്നെയല്ലേ ഞങ്ങളുടെ അടുത്തുള്ള അയൽക്കാരും ആരും സമ്മതിച്ചില്ല. അങ്ങനല്ലല്ലോ വിളിക്കാൻ വരേണ്ടത്. പരാതി കൊടുത്തത് നിങ്ങളായിരുന്നില്ലേ? പരാതി SNDP കൊടുത്തത് അതിന് ശേഷമാണ് മാഡം, ഈ വിളിക്കാൻ വന്നതിന് ശേഷമാണ്. ഇവരിങ്ങനെ വന്നപ്പം പ്രശ്നമുണ്ടായി, വിളിക്കാൻ വിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ വാക്കിൽ അങ്ങോട്ട് അതിനുശേഷം പരാതി കൊടുത്തു. അതിനുശേഷമാണ് ഞങ്ങൾ പരാതി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വരും എന്ന് വിചാരിച്ചു. 3-4 മാസം കഴിയുമ്പോൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധുക്കളായിട്ടുള്ള ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിരിക്കുക, അച്ഛൻ വരട്ടെ, അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞ് ഒരു മധ്യസ്ഥ രീതിയിലല്ലേ നമ്മൾ പോവുള്ളൂ. അങ്ങനെയാണ് എല്ലാവരും വന്ന് പറഞ്ഞത്. പക്ഷെ കൊണ്ടുപോകാനുള്ള ഒരു ഇതിലല്ല മാഡം വന്നത്. നമ്മളോട് സ്നേഹമായിട്ടുള്ള സമീപത്തിൽ വന്നാലല്ലേ നമുക്ക് പോകാൻ തോന്നുകയുള്ളൂ. 28-ന് വന്നെങ്കിൽ എന്നോട് മിണ്ടുകയോ എന്നോട് ഒന്നും ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞിനെ വന്ന് 28 കെട്ടിയിട്ട് അങ്ങ് പോയി. എന്നോടൊരു സ്നേഹം കാണിക്കാതെ ഞാൻ എങ്ങനെ മാഡം പോകുന്നത്? വീണ്ടും SNDP ഇടപെട്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുള്ളിക്കാരനെ വിളിപ്പിച്ച്, അവരുടെ ബന്ധുക്കളെയും വിളിപ്പിച്ച്, എൻ്റെ ബന്ധുക്കളെയും വിളിപ്പിച്ച് ഒരു വാണിംഗ് എന്നുള്ള രീതിയിൽ SNDP-ന്ന് പറഞ്ഞു വിട്ട് 3-4 മാസത്തിനുള്ളിൽ ഭാര്യയും കുഞ്ഞിനെയും വാടക വീടെടുത്ത് അവിടെ കൊണ്ടുപോകണമെന്ന് SNDP-ന്ന് ഒരു വാണിംഗ് കൊടുത്തു. പിന്നെ ആ കക്ഷിയെ കണ്ടിട്ടില്ല. ആ വീട്ടില് ഒരു സഹോദരൻ മാത്രമുള്ള വീടല്ലേ? സഹോദരനും ഭാര്യയും കുട്ടികളുള്ള വീട്. അപ്പം അവിടെ താമസിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവര് കുടുംബമായിട്ട് കഴിയുന്നതാണ് മാഡം. എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിൽക്കുന്നെങ്കിലും ഒറ്റയ്ക്ക് നിന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ചെലവിനുള്ളതോ ഞങ്ങളെ വിളിക്കുകയോ തിരക്കുകയോ ഒന്നും ചെയ്യാറില്ല എന്നെ. ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ പിന്നീട് ചെല്ലുന്നത്. എന്നിട്ടും ഞാൻ ചെല്ലുന്നത് കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുമ്പോൾ പലമാതിരി ചെലവുകളുണ്ട്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? അവരും കൂലിവേല ചെയ്ത് കഴിയുന്നവരാ. നമ്മൾ ചെല്ലുമ്പോൾ അവർക്കൂടെ ബാധ്യതകളാകത്തില്ല. എന്നിട്ടും ഞാൻ കുറച്ചു നാൾ പിടിച്ചു തന്നു. പിന്നീടാണ് പോകുന്നത്. അങ്ങോട്ട് പോയായിരുന്നു. പോയി SNDP ഇടപെട്ടിട്ട് വിട്ട് കഴിഞ്ഞിട്ടും ഈ അവസ്ഥയിൽ തന്നെ തുടർന്നപ്പോഴത്തേക്ക് പിന്നെ നിൽക്കാൻ പറ്റൂല മാഡം. കാരണം ഒരു കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് അവിടെ അവരെ ബുദ്ധിമുട്ടിച്ച് നിൽക്കാൻ എനിക്ക് ഭർത്താവ് അവിടെ ജോലി സ്ഥലത്തേക്ക് പോയി എന്നെ കൊണ്ടാക്കിയിട്ട്. ഈ SNDP മുഖാന്തരം ഇടപെട്ട് ഞങ്ങളെ അവിടെ കൊണ്ടാക്കിയിട്ട് അദ്ദേഹം പോയിട്ട് പിന്നെ ഒരു അറിവില്ല. പിന്നെ ഇത് തന്നെ വിളിക്കില്ല, തിരക്കില്ല, ഞങ്ങൾക്കുള്ളതൊന്നും അയച്ചു തരില്ല. 28 കഴിഞ്ഞിട്ടും പിന്നെ 2-3-4 മാസം കഴിഞ്ഞ് അദ്ദേഹം വന്നു, വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ദിവസം താമസിച്ചു. SNDP പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇടപെട്ടാലും ഞാൻ ചോദിക്കുകയാണ്. അവർ വന്നിട്ട് എത്ര ദിവസം ഒരുമിച്ച് താമസിച്ചു? കുറച്ച് ദിവസമേ ഉള്ളായിരുന്നു. കുറച്ച് ദിവസം നിന്നിട്ട് സഹോദരിയൊക്കെ പോയി താമസിക്കായിരുന്നു. അവിടുന്ന് പിന്നെ അങ്ങ് പോവുക ചെയ്തത്. കുറച്ച് ദിവസം 1-2 ദിവസം താമസിച്ചു? ഇല്ല, 1 മാസം ഒന്നും താമസിച്ചില്ല. കുറച്ച് ദിവസങ്ങൾ, വിരലെണ്ണാവുന്ന കുറച്ച് ദിവസങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങളോട് അന്യരോടെന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. എന്റെ കുഞ്ഞിനെ കൈകൊണ്ട് തൊടുകയോ ഒന്നും ചെയ്യാറില്ല. അന്നേരം എനിക്ക് വിഷമമുണ്ട് മാഡം. എനിക്ക് ഒന്നും സഹിക്കാൻ പറ്റൂല. കാരണം കുഞ്ഞിന്റെ അച്ഛനാണ് ഞങ്ങളോട് ഈ അവജ്ഞ കാണിക്കുന്നത്. എത്ര നേരം സഹിച്ചിരിക്കും? അങ്ങനെ പോയിട്ടങ്ങ് പോയി പിന്നെ വന്നിട്ടില്ല. എന്നിട്ട് പോകുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, എന്താ നീ വീട്ടിൽ ചെന്ന് നിന്നോ, നിനക്ക് ഞാൻ അവിടോട്ട് പൈസ അയച്ചു തന്നേക്കാമെന്ന്. എൻ്റെ വീട്ടിൽ അങ്ങനെ പോയി നിന്നിട്ട് ഒരു അറിവുമില്ല, പൈസയും തന്നിട്ടില്ല, ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഇത്രയും നാൾ നിന്നു. കുറച്ച് നാൾ നിങ്ങൾ ഒരു പരാതിയും കൊടുത്തില്ല? കേസ് നടക്കുന്നുണ്ടായിരുന്നു. കോടതിയിലുണ്ട്, കുടുംബ കോടതിയിലുണ്ട്. ചോദിച്ചത് കാരണം നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങളൊരു അന്വേഷണമോ അല്ലെങ്കിൽ നിയമപരമായിട്ടൊരു നീക്കോ നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. കുടുംബ കോടതിയിൽ കേസുണ്ടായിരുന്നു. എന്തിനാ നമ്മൾ കേസ് കൊടുത്തത്? ഞങ്ങൾ അന്വേഷിക്കുന്നില്ല, ചെലവിന് വിധിച്ചിരുന്നു. വിധിയായതാണ്. പക്ഷെ തരത്തില്ല എന്നുള്ള വാശിയാണ്. ജയിലിൽ കിടന്നോളാം. 2850 രൂപ ഞങ്ങൾക്ക് 2 പേർക്ക്. ഇന്നത്തെ കാലത്ത് എന്തിനുണ്ടത്? എങ്കിലും ഞങ്ങൾക്ക് പരാതിയില്ല. ഇതുവരെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം 35,000 രൂപ ഒരു അറ്റാച്ച്മെന്റിന്റെ ഇതിൽ ഞങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. 35,000 രൂപ
ഇത് എപ്പോ വിധിയായി? എപ്പം മുതൽ കൊടുക്കാനായിരുന്നു വിധി? വിധി ഇപ്പം കുറച്ച് ഇപ്പൊ ഒത്തിരി വർഷങ്ങൾക്ക് 5-6 വർഷത്തിന് മുന്നേ വിധിച്ചതാണ്. ഇപ്പൊ അത് CMB ആയി കിടക്കുന്നത്. അവർക്ക് ഇപ്പൊ 2250 രൂപ കൊടുക്കാൻ വിധിച്ചിട്ട് ഇപ്പൊ 5-6 വർഷമായി. അത് കിട്ടുന്നില്ല. പിന്നെ ഒരു 35,000 രൂപ കഴിഞ്ഞ മാസം ഞാൻ ചെന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. അല്ല, നിങ്ങൾ അതിനെ എൻഹാൻസ് ചെയ്യാനുള്ള പെറ്റീഷൻ വല്ല കൊടുത്തിട്ടുണ്ട്? കൂടുതൽ തുക പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്? അതും പെൻഡിങ് ആണ്. അതും പെൻഡിങ്, എല്ലാം പെൻഡിങ് ആണ്. പിന്നെ ഒന്നും തന്നിട്ടില്ല ഇതുവരെ. വസ്തുക്കളുണ്ടോ? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ 3 വർഷത്തിന് ശേഷം ഒരു രജിസ്ട്രേഷന് വേണ്ടി വന്നതാണ്. അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വസ്തു വിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കുറച്ച് സ്വർണം വിറ്റിട്ട് ആ വസ്തു മേടിച്ചു. ഈ വസ്തു മേടിച്ചിട്ട് എൻ്റെ പേരിൽ ഞങ്ങളുടെ 2 പേരുടെയും പേരിലാണ് മാഡം മേടിച്ചത്. എൻ്റെ അച്ഛൻ പറഞ്ഞ് 2 പേരുടെയും പേരിൽ വെച്ചാൽ മതി. കാരണം ഞങ്ങൾക്ക് ആർക്കും ഒരിത് വരണ്ടെന്നുള്ള രീതിയിൽ 2 പേരെയും മക്കളെ പോലെ കരുതി 2 പേരുടെയും പേരിലാക്കി. അതിനുശേഷം അദ്ദേഹം എന്നെ കൊണ്ട് ലോൺ എടുപ്പിച്ചു ബാങ്കിൽ. ഞങ്ങൾ 2 പേരും കൂടെ പോയി. എൻ്റെ ഭർത്താവല്ലേ എന്നുള്ള രീതിയിൽ പൈസ വേണമെന്ന് പറഞ്ഞപ്പം ലോൺ എടുക്കണമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് ഒപ്പിടിച്ച് ലോൺ എടുപ്പിച്ചു 25,000 രൂപ. കൂടുതൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. 25,000 രൂപ അന്നെടുത്ത് 5,000 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഞാനത് അടച്ചിട്ടുണ്ട്. പൈസ എന്തോ ഇത്? ആ 25,000 രൂപ അദ്ദേഹം എനിക്കറിയില്ല എന്താ കുറച്ച് മണ്ണ് അവിടെ ഇറക്കിയിട്ടുണ്ട് പുരടത്തിൽ. ആ പുരടത്തിൽ പിന്നെ എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല മാഡം. ഈ ആ വസ്തു അടച്ചത് ഇപ്പൊ അത് ജപ്തിയായി കിടക്കുകയാണ് മാഡം. ആ ജപ്തി കാര്യമാണ് ഇപ്പം പറഞ്ഞത്. ബാങ്ക് ജപ്തി ചെയ്തിരിക്കുമോ പലിശ സഹിതം. അത് ഇപ്പൊ 1 ലക്ഷത്തിനടുത്തായി കിടക്കുകയാണ്. എനിക്കും കുഞ്ഞിനെ ഇന്ന് കിടക്കാൻ പോലും ഒരിടവില്ല. എൻ്റെ അച്ഛൻ തന്ന ആ വസ്തുവിലാണ് ഇപ്പോൾ ഒരു ചെറിയ ഷെഡ് വെച്ചിട്ട് ഞാനും കുഞ്ഞും കൂടെ അവിടെ താമസിക്കുന്നത്.